സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചില റൂൾസിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, സെയിൽസിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഓരോ റൂൾസ് വേണമെന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ ലൈഫിലെ എല്ലാ കാര്യങ്ങളാണ്, ഏത് കാര്യങ്ങൾ എടുത്താലും അല്ലേ? ഇന്ന് റൂൾസിലൂടെയല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതെ, റൂൾസ് ഇല്ലെങ്കിൽ നമ്മൾ റൂൾ തെറ്റിച്ചാൽ സ്ഥിതി എന്തായിരിക്കും? അതെ അതെ, റൂൾ എല്ലാത്തിനും റൂൾസ് ഉണ്ട്. എല്ലാത്തിനും റൂൾസ് ഉണ്ട്. അത് നമ്മളെ ഒരു പ്രത്യേകമായിട്ട് നമ്മളൊരു ഗോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ? മാക്സിമം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെയിൽസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതെല്ലാം എടുത്തിട്ട് നമ്മൾ സംഗ്രഹിച്ചിട്ട് പറയണം. അതിൽ പ്രധാനപ്പെട്ട 3 റൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നാസർക്ക പറയാം? ഇന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും സെയിൽസ്മാന്മാരും, അതെ, ഇനിയിപ്പോൾ കച്ചവടക്കാരാവണമെന്ന് തന്നെ ഇല്ല. നമ്മൾ തന്നെ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വി ആർ സെല്ലിങ് അവർ സെൽഫ്. പെണ്ണ് കാണാൻ പോവാണെങ്കിൽ നമ്മൾ നമ്മളെയാണ് വേറെ മനുഷ്യന് സെല്ല് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതെ, സെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സെല് ചെയ്യുന്നതാണ് അവിടെ. എക്സാക്ട്ലി. അതെ, അപ്പോൾ സെയിൽസിന് റൂളുണ്ട്. അതെ, സെയിൽസിൻ്റെ ഇപ്പോൾ മോഡേൺ, ഇന്നത്തെ ഈ ഒരു മോഡേൺ എറയിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഗോൾഡൻ റൂളാണ് PEU. ഓക്കെ. പി എന്താണ് ഒന്ന് ആലോചിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? പി എന്ന് പറഞ്ഞാൽ നോർമലി പ്രിപ്പറേഷൻ ആവാനാണ് സാധ്യത. എക്സാക്ട് അല്ലേ? അതെ അതെ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ കൊണ്ട് ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങളാണ് അതിൽ ഏറ്റവും മിടുക്കനും ഏറ്റവും ആപ്റ്റ് പേഴ്സണും എന്നുള്ള ലെവലിലുള്ള പ്രിപ്പയർ ആയിട്ട് വേണം നിങ്ങളൊരു ക്ലയൻറ്റിനെ സമീപിക്കുക. അതായത് യു ആർ ദ ലാസ്റ്റ് ഓപ്ഷൻ ഫോർ ദിസ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇഫ് ഐ ഡോണ്ട് ബൈ ഇറ്റ് ഫ്രം യു ദെൻ യു നോ ദർ ഈസ് നോ അതേഴ്സ് ടു സെൽ മീ ദിസ്. ആ ലെവലിലുള്ള ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്, പ്രൊഡക്റ്റ് നോളജ്, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെല്ലാം ഒബ്ജക്ഷൻസ് വരുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നോളജ് നമുക്കുണ്ടായിരിക്കുക. എല്ലാ നിലയ്ക്കും നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് യു ഹാവ് ടു നോ ഈച്ച് ആൻഡ് എവറിത്തിങ്. സോ ദാറ്റ് ഈസ് കോൾഡ് പ്രിപ്പറേഷൻ. പിന്നെ വരുന്നത് ഇ ആണ്. അതായത് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഒരാൾ എണീക്കുന്നത് 2 റീസണാണ്. അതിനെ പറയാം DNF എന്ന് പറയും. അതായത് ഡ്രീം അല്ലെങ്കിൽ ഫിയർ. ഒരാൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ഒന്നുമില്ല, അവൻ ഡ്രീം ഉണ്ടാവും, എനിക്ക് നല്ല കല്യാണം കഴിക്കണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ എനിക്ക് നല്ല വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് നല്ല വണ്ടി മേടിക്കണം, അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ മേടിക്കണം. പല ഡ്രീമുകളുണ്ട് പലർക്കും. അപ്പോൾ അതിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ആൾക്കാർ അത് അച്ചീവ് ചെയ്യാനുള്ളൊരു ഉഷാറിലായിരിക്കും ആൾക്കാർ രാവിലെ എണീക്കുക. അല്ലെങ്കിൽ എഫ് എന്ന് പറഞ്ഞ ഫിയർ. ഞാനിന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ചില്ലെങ്കിൽ എൻ്റെ ജോലി പോകും, അല്ലെങ്കിൽ എൻ്റെ കഞ്ഞൂരി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഒരു ഫിയർ ഉണ്ടാവും. ഈ 2 റീസണാണ് വരുന്നത്. അപ്പോൾ ഒരു ഇമോഷൻസ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 DNF എന്നാണ് അതിന് പറയുന്നത്. ഒന്നിട്ട് ഡ്രീം വെക്കുക അല്ലെങ്കിൽ ഫിയർ വെക്കുക. ഇത് രണ്ടും ഇപ്പോൾ ഇൻഷുറൻസുകാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫിയർ വെക്കലാണ്. നിങ്ങൾ നാളെ മരിച്ചുവോ, ഇന്ന് മരിച്ചുവോ, മരിച്ചാൽ എന്ത് ചെയ്യും, അതാണ് അവരെ സൈറ്റ്. അപ്പോൾ ഈ DNF ഇമോഷൻസ്. അപ്പോൾ ആ ഇമോഷൻസ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. അപ്പോൾ നമ്മൾ P പറഞ്ഞു, E പറഞ്ഞു, പിന്നെ വരുന്നത് അതിൽ U ആണ് വരുന്നത്. അത് ഇതിൽ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ വന്ന് നോക്കിയുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെ നമുക്ക് പേടിപ്പിച്ചും വിൽക്കാം, ഡ്രീം ആക്കിയിട്ടും വിൽക്കാം. അതെ. അപ്പോൾ അതിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പോൾ അതിന് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത്, അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മൾ അടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. എന്നാൽ നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടും ചെയ്യിപ്പിക്കും. അതിൽ ഏറ്റവും നന്നായിട്ട് ആ കുട്ടിക്ക് മോട്ടിവേഷൻ വരിക എന്ന് പറഞ്ഞാൽ ആ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഫിയറിൽ അതായത് പേടിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ അവൻ ഫോളോ ചെയ്യും, അവൻ്റെ ബിഹേവിയറൽ പാറ്റേൺ രൂപപ്പെടാൻ അത് ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സാധ്യതകളായിരിക്കും കൂടുതൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്താ? പക്ഷെ 2 നിലയ്ക്കും അത് ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാക്ടറാണ്. അതെ, ഫിയർ ഇല്ലെങ്കിൽ നമ്മൾ കറണ്ട് കയറി, കമ്മ്യൂണിക്കേബിൾ കയറി പിടിക്കും. കാരണം നമ്മൾ
അല്ലെങ്കിൽ ഒരു സിംഹം കടിക്കാൻ വരുമ്പോൾ നമുക്ക് ഫിയർ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അതെ, ആ ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഇത് മേടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ സാധനം എനിക്ക് കിട്ടൂല, അല്ലെങ്കിൽ ഞാനിത് ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പുറത്തോളം ഉപയോഗിച്ചിട്ട് എന്നെക്കാട്ടിലും എടുക്കാനാവും. അതെ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ ഫിയറിന്റെ ഇടയിൽ വരുന്നത്. എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് കിട്ടില്ലെങ്കിൽ ഇനി എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടൂല. അങ്ങനെ പല ഫിയർ ഫാക്ടറുകളും അതിലുണ്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ല, എൻ്റെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഡ്രീം ഫാക്ടർ ആയിരിക്കും ഒന്നുകൂടി മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഫിയർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ പരിണാമപരമായിട്ട് നമ്മുടെ ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ഈവൻ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു ഇമോഷൻ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഉള്ള ഒരേ ഒരു ഇമോഷൻ ഫിയർ ആണെന്ന് പറയാറുണ്ട്. കാരണം സൗണ്ടിനെയാണ് കുട്ടികൾ പേടിക്കുക, ആകെയുള്ളത് പേടി. ആ പേടി എന്ന് പറഞ്ഞാൽ സൗണ്ട് കേൾക്കുമ്പോഴുള്ള പേടി, ഞെട്ടുക, അതാണ് ചെറിയ കുട്ടികൾ ചെയ്യുക. അത് പറഞ്ഞു കൊടുത്തിട്ട് അവരെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മനുഷ്യന്മാരുടെ അടുത്തുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഡിസ്കഷൻ സൈക്കോളജിക്കലി മാറുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞത് സെയിൽസിൽ പ്രയോഗിക്കുന്ന ടെക്നിക്കുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാസർക്ക് പറയാല്ലേ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് കാർ വാങ്ങുന്നത്. അതെ അതെ. ഇപ്പം നിങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ അവിടെ എത്തി സൈക്കോളജിയാണ് അത്. അതായത് ഇത് എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരിക്കും, ഞാൻ ഇത് മേടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അല്ലേ. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. നമുക്ക് വേറൊരു വീഡിയോ നമുക്കാണെങ്കിൽ ഈ സെയിൽസ് സൈക്കോളജി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞു, ഇമോഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഡ്രീം വിൽക്കുമ്പോൾ ഈ ഫിയർ അല്ലെങ്കിൽ ഡ്രീം എന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ ഏതെങ്കിലും ഫിയർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിച്ച് വിൽക്കലല്ല. അത് നിങ്ങൾക്ക് ഇത് എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സാധനം കിട്ടില്ല കേട്ടോ, അങ്ങനത്തെ ഉള്ള ഫിയറിന് അല്ലെങ്കിൽ ഈ പ്രൊമോഷൻ. അത് ശരിക്കും പറഞ്ഞ ഫിയർ ഈ നമ്മളുടെ അർജൻസി ആയിട്ട് കണക്റ്റഡ് ആണ്. അതെ അതെ. അത് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ അല്ല, ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തിരുന്നു. ആ സെമിനാറിൽ അദ്ദേഹം ഒരു പ്രൊഡക്റ്റ് വെക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് എന്നോട് പറഞ്ഞ് ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് 2000 dirhams ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ പരിപാടിക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് 1500 തരുന്നു. അതെ. അതേസമയം നിങ്ങൾ ഇത് ഇപ്പോൾ ഒരു 200 dirhams കൊടുത്തിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2000 രൂപയുടെ സാധനം നിങ്ങൾക്ക് 100 dirhams ഞാൻ സാധനം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആൾക്കാരും അപ്പോൾ തന്നെ 200 dirhams കൊടുത്ത് സാധനം മേടിക്കും. അതെ. അതിനാണ് അർജൻസി എന്ന് പറയുന്നത്. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും നമ്മളൊരു സാധനം കൊണ്ട് ഒരാളെടുത്ത് പോകുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ കൊള്ളാം, നമുക്ക് ആലോചിക്കാം, ഞാൻ നോക്കാം, ഞാൻ നിങ്ങൾ വിളിക്കാം, നിങ്ങൾ പരിപാടി കൊള്ളാം എന്നൊക്കെ പറയും. പക്ഷെ അതുകൊണ്ട് നമുക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സെയിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നീ മേടിച്ചില്ലെങ്കിൽ നിനക്ക് നഷ്ടമാവും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ആ അർജൻസിയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സാധനം കിട്ടും. ഇതിപ്പോൾ മേടിച്ചില്ലെങ്കിൽ ഈ ഓഫർ കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ആൾക്കാർ അങ്ങനെ നിങ്ങൾ ടി വിയിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 25-ാം തീയതിക്കുള്ളിൽ ഇത് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കിട്ടില്ല, അല്ലെങ്കിൽ പല പല ടെക്നിക്കുകളും അർജൻസി. അതെ 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 അതെ. ആ അർജൻസി ഇതൊക്കെ ഈ ഒരു PEUയുടെ ഭാഗമാണ്, സെയിൽസ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ മനുഷ്യൻ്റെ സൈക്കോളജി ഉണ്ടല്ലോ, അതിലേക്ക് കണക്റ്റഡ് ആണ് ഈ 3. അപ്പോൾ അതുകൊണ്ട് ഈ 3 അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോർ റൂൾ എന്ന് വേണമെങ്കിൽ പ്രധാനപ്പെട്ട റൂൾ. ഈ 3 റൂളാണ് മെയിനായിട്ട് ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ശ്രദ്ധിക്കേണ്ട റൂളുകൾ, ഒരു പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൂളുകൾ ഇത് 3ആണ്. എനിവേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ എന്തെങ്കിലും ഇൻഡക്ഷൻ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അല്ലേ നാസർക്കാക്ക്? ഇനി എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ വീണ്ടും നല്ല വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.